ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ടോപ്പ് 10 റിവ്യൂ, മൂവി റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ ഇന്ന് മൂവി ട്രെയിലറാണ്. അതിൻ്റെ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഡെയിലി വ്ലോഗ് ആയതുകൊണ്ട് നമുക്ക് മൂവി റിവ്യൂസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ എപ്പോഴും വീഡിയോ ഇടുന്നത്. അപ്പോൾ റീസെൻ്റ്ലി വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇന്നും ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ റീസെൻ്റായി കിട്ടുന്ന കണ്ടന്റ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അത് പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യുകയും നമുക്ക് കിട്ടുന്ന എമർജൻസി കണ്ടന്റ് പോലും നമ്മൾ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. എന്നാലും ഷെയറിങ് ആയ ഒരു സോഷ്യൽ അപ്ഡേഷനാണ് നമ്മളൊന്നും ചെയ്തത്. ഇപ്പോൾ ഒഫീഷ്യലായ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നതും സിനിമ റിവ്യൂ ഒക്കെ ആയിരിക്കും. അഭിപ്രായ നിർദ്ദേശങ്ങളും ഒക്കെ കൈക്കൊള്ളുന്ന ഒരു പ്രൊഫഷണലായിട്ട് തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ വ്യൂവേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ പുതിയതായി വരുന്ന എല്ലാത്തിനും അപ്ഡേഷൻ ഉള്ളതെല്ലാം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ പുതിയതായ എന്ത് കണ്ടന്റ് നമ്മൾ ഇടണമെങ്കിലും നിങ്ങളുടെ മികച്ച സപ്പോർട്ടാണ് എന്നും യൂട്യൂബ് ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടത്. കാരണം ഇത് എന്നെക്കുറിച്ച് ഞാൻ സ്വയം പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും യൂട്യൂബ് എന്ന ഒരു മേഖലയിൽ വ്യൂവേഴ്സ് ഇല്ലാതെ, നമ്മുടെ ഫാമിലി ഇല്ലാതെ ഒന്നും അതൊരു ഒരു ഇന്റലിജൻസ് നമുക്കുണ്ടാവില്ല. അപ്പോൾ പുതിയൊരു സിനിമയുടെ അപ്ഡേഷനാണ്. അതിൻ്റെ ട്രെയിലർ റിലീസ് ഇന്ന് സെപ്റ്റംബർ 10 ഇറങ്ങിയിരിക്കുകയാണ്. തേവര ഇവിടെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ 1ാം പാർട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അതിനു മുമ്പ് തേവര ട്രെയിലർ കൊട്ടാരട്ടല ശിവയുടെ സിനിമയിൽ ജൂനിയർ NTR സെയ്ഫ് അലി ഖാൻ പോരാട്ടമാണ്. സെയ്ഫ് അലി ഖാനും ജൂനിയർ NTR ആണ് നായകനായി വരുന്നത്. സെയ്ഫ് അലി ഖാൻ ആയിരിക്കാം വില്ലൻ റോളിൽ വരുന്നത്. അതാണ് പോരാട്ടം എന്ന് പറഞ്ഞ കാരണം. ഒരു വലിയ മാസ് ആക്ഷനൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന റാം എന്ന സിനിമ ശേഷം, റാമല്ല RR എന്ന സിനിമത്തിന് ശേഷം ജൂനിയർ NTRന്റെ മറ്റൊരു പടമായിട്ടാണ് നമ്മളിത് കാണുന്നത്. RR ഭയങ്കര ഹിറ്റടിച്ചൊരു പടമായിരുന്നു. അതിനുശേഷമാണ് ജൂനിയർ NTRന്റെ തേവര എന്ന് പറയുന്ന കൊരട്ടല ശിവയുടെ ഒരു പുതിയ അപ്ഡേഷനുമായി വരുന്നത്. ജൂനിയർ NTRും സെയ്ഫ് അലി ഖാനും തമ്മിലുള്ള ഇതിഹാസ പോരാട്ടം പ്രദർശിപ്പിച്ചുകൊണ്ട് കൊരട്ട ശിവ സംവിധാനം ചെയ്ത തേവരയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ട്രെയിലർ പുറത്തിറങ്ങി. വൈകാരിക ആഴവും സങ്കീർണമായ കഥാപാത്രങ്ങളുമുള്ള ഉയർന്ന ഒക്ടേൻ ആഖ്യാനമാണ് ചിത്രം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പം സംവിധാനം ചെയ്യുന്നത് കൊരട്ട ശിവയാണ്. കൊരട്ടല ശിവ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഈ സംവിധാനം ഇതിൻ്റെ ഡയറക്ഷനായി വരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് പോയി തിരികെ വരാം. കുലവുമില്ല, മതവുമില്ല, ഭയം അതവർക്ക് അറിയില്ല. ധൈര്യമല്ലാതെ മറ്റൊന്നും അറിയാത്ത കണ്ണുകളിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭയത്തെ അന്ന് കാണാൻ കഴിഞ്ഞു.
ധൈര്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ ജോലി കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു വരും. ഒരു എടുത്തിയേറ്റക്കാരനായതുകൊണ്ടായിരിക്കും അയാൾ പോയത്. ദേവര കടലിലേക്ക് ഇറങ്ങിയിട്ട് 2 വർഷം തികയുകയാണ്. കണ്ണടച്ചാലും തുറന്നാലും കടലിനടി കണ്ടത് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഭയത്തെ മറന്ന് ഇത്തരം ജോലികൾക്ക് നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഭയമായി മാറാൻ പോവുകയാണ്. ദേവര ട്രെയിലറിൽ സ്റ്റിൽസിൽ ജൂനിയർ NTRഉം സെയ്ഫ് അലി ഖാനുമുള്ള ഒരു ഫോട്ടോ പിക്ക് കാണുന്നുണ്ട്. ദേവര 1-ാം ഭാഗമാണ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ സെപ്റ്റംബർ 10-ന് പുറത്തിറങ്ങി. അതായത് ഇന്ന്. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജൂനിയർ NTR, ജാൻവി കപൂർ, സെയ്ഫ് അലി ഖാൻ എന്നിവർ അഭിനയിക്കുന്നു. അപ്പോൾ ഇതിൽ ജാൻവി കപൂർ ആയിരിക്കാം നടിയായി വരാൻ സാധ്യതയുള്ളത്. ദേവര 1-ാം ഭാഗം ആണിപ്പോൾ സെപ്റ്റംബർ 27-ന് റിലീസ് ചെയ്യുന്നു. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത് ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ എന്നിവർ അഭിനയിക്കുന്ന ദേവരയുടെ ഏറെ പ്രതീക്ഷയെ കാത്തിരിക്കുന്ന ഒരു ട്രെയിലറും കൂടിയാണ്. അപ്പോൾ ഇതൊരു പ്രതീക്ഷയുള്ള കൊരട്ടല ശിവ എന്ന് പറയുന്ന സംവിധായകന്റെ പ്രതീക്ഷയുള്ള ജൂനിയർ NTRന്റെ ഒരു പടവുമായിട്ടാണ്. മാസ് ആക്ഷൻ ഗോട്ടെന്ന് വിജയ് ദളപതിയുടെ സിനിമത്തിന് ശേഷം അടുത്ത പ്രേക്ഷകർ കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാവാം ജൂനിയർ NTRന്റേത്. ഒടുവിൽ അനാജതനം ചെയ്തു 2 ശക്തരായ നായക കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇതിഹാസ മത്സരത്തിൽ ഒരു കാഴ്ച ആരാധകർക്ക് നൽകുന്നു. ജൂനിയർ NTRഉം സെയ്ഫ് അലി ഖാനും അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിൽ കേന്ദ്ര സ്റ്റേജ് എടുക്കുന്ന ഈ ചിത്രം ഉയർന്ന ഒക്ടേൻ വൈകാരിക ആഖ്യാനം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതൊരു ഇരട്ട വേഷം ഇതിൽ ഉണ്ട് എന്നും അപ്ഡേഷൻ ഉണ്ട്. അത് നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാൻ സാധിക്കുമായിരിക്കും. ഇത് 1-ാമത്തെ ട്രെയിലറത്തെ ഇനിയും ട്രെയിലർ വരുമോ, ടീസർ വരുമോ, ടീസർ വന്നു കഴിഞ്ഞ് കാണും. അപ്പോൾ ട്രെയിലറാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം ഇനിയും ട്രെയിലർ വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ദേവര എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജൂനിയർ NTR ശക്തമായ സംഘടനത്തിൽ സെയ്ഫ് അലി ഖാന്റെ വില്ലൻ വേഷത്തോടെ നേരിടുന്നു. ട്രെയിലർ തീവ്രമായ ഏറ്റുമുട്ടലുകളും ആക്ഷൻ പാക്ക് ചെയ്ത സീക്വൻസുകളും ഈ ഒരു സിനിമയിലുണ്ടാവാം. 2 തലമുറകളിലേക്കാണ് ഈ സിനിമ പോകുന്നത്. വ്യാപിക്കുന്ന സങ്കീർണമായ ഒരു കഥാഗതിയും വെളിപ്പെടുത്താൻ സാധിക്കുന്നു. സവിശേഷമായ ഒരു ട്വിസ്റ്റിൽ ജൂനിയർ NTRഉം സെയ്ഫ് അലി ഖാനും ഇരട്ട വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. 2 പേരും ഇരട്ടകളാണ്. അതാത് കഥാപാത്രങ്ങൾക്ക് ആഴത്തിൽ പാളികകൾ ചേർക്കുന്നു. ജൂനിയർ NTR ദേവരയും മകനെയും അവതരിപ്പിക്കുന്നു. അതേസമയം സെയ്ഫ് അലി ഖാന്റെ കഥാപാത്രങ്ങൾ പ്രതികാരം, അധികാരം, നീതി എന്നിവയുടെ വികസിക്കുന്ന ആഖ്യാനത്തിൽ ഒരുപോലെ നിർണായകമാണ്. വില്ലൻ കഥാപാത്രമാണ് സെയ്ഫ് അലി ഖാൻ ചെയ്യുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തെലുങ്കിലെ വല്ലരെ അരങ്ങേറ്റം ജാൻവി കപൂർ ജൂനിയർ NTR അവതരിപ്പിക്കുന്ന ദേവരുടെ മകന്റെ റൊമാന്റിക് താല്പര്യത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇരുവരും തമ്മിലുള്ള രസതന്ത്രം ട്രെയിലർ
സംക്ഷിപ്തമായി പ്രദർശിപ്പിക്കുന്നു. അല്ലാത്ത പക്ഷം തീവ്രവും നാടകീയവുമായ കഥാഗതിയിലേക്ക് ഒരു റൊമാൻറ്റിക് സ്പോർട്സ് ചേർക്കുകയും ചെയ്യുന്നു. ഗംഭീരമായ ദൃശ്യങ്ങൾ, സങ്കീർണമായ കഥപറച്ചിൽ, ഒരു കഥ പറച്ചിൽ പോലെയാണ് സിനിമ പോകാൻ സാധ്യത. ചലനാത്മകമായ ആക്ഷൻ സീക്വൻസുകളും എന്നിവയിൽ അടയാളപ്പെടുത്തിയ ഒരു കൊരട്ടല ശിവയുടെ സിഗ്നേച്ചർ ഇതിലുണ്ടാവും. ഫിലിം മേക്കിംഗ് ശൈലിയും ട്രെയിലർ എടുത്തു കാണിക്കുന്നു. ജൂനിയർ NTRഉം സെയ്ഫ് അലിഖാനും തമ്മിലുള്ള ഇതിഹാസ മുഖാമുഖമാണ്. കേന്ദ്ര ഫോക്കസ് ബുദ്ധിയുടെയും ശക്തിയുടെയും വികാരങ്ങളുടെയും ആകർഷകമായ ഒരു പോരാട്ടം വാഗ്ദാനം ചെയ്യുന്നു. ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് ഇതിഹാസങ്ങൾ ഉണ്ടാകാം. ഒരു 2 തലമുറയുടെ കഥയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം അതിൻ്റെ വേവ് ലെങ്ത്തും അതിൻ്റെ സ്റ്റോറി ലൈനും ഇത്തിരി വലിപ്പം കൂടിയതാവാം. അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ ട്രെയിലർ എന്ന് പറഞ്ഞത്. ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി കൊരട്ടല ശിവയുടെ സംവിധാനം ചെയ്ത് ദേവര ഭാഗം 1 US-ൽ ഏറ്റവും വേഗത്തിൽ 15,000 ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന ഇന്ത്യൻ സിനിമയിലെ പുതിയ റെക്കോർഡ് ഈ സിനിമയിൽ സൃഷ്ടിക്കും. ചിത്രത്തിന്റെ പ്രീസെയിൽ ടിക്കറ്റ് ലഭ്യമായി ദിവസങ്ങൾക്കുള്ളിൽ ഈ നായികകൾ എത്തി ഔദ്യോഗിക റിലീസിന് മുമ്പായി സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ശക്തമായ കാത്തിരിപ്പ് പ്രകടമാക്കി. ദേവര 2024 സെപ്റ്റംബർ 27 തിയേറ്ററിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. നന്ദമൂരി കല്യാണം റാം അവതരണത്തിൽ യുവസുധ ആർട്സും NTR ആർട്സും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഇത് NTR പ്രൊഡക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജൂനിയർ NTRന്റെ ഒരു മികച്ച ഒരു അഭിനയവും സെയ്ഫ് അലി ഖാന്റെ ഒരു വില്ലൻ പോരാട്ടവും രണ്ടും കൂടിയാകുമ്പോൾ ഒരു പോരാട്ട കഥയാണ്. അപ്പം 2 കഥയാണ്, 2 തലമുറയുടെ കഥയാണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ മികച്ചൊരു കഥയായിരിക്കട്ടെ. സ്റ്റോറി ലെങ്ത് ആണ്. ഏതൊരു കഥയാകുമ്പോഴും പ്രതീക്ഷ കൂട്ടുന്നത് അതിൻ്റെ സ്റ്റോറി ലെങ്ത്തും പഴകിയ കഥകളും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏത് മലയാളമായാലും ഏത് ഭാഷയിലായാലും ഇപ്പോൾ ഗോട്ട് എന്ന സിനിമ അധിക പ്രതീക്ഷയോടെ ആരാധകർ ചെന്നിട്ട് ഒട്ടും പ്രതീക്ഷയില്ലാതെ തിരിച്ചു വന്നതുപോലെയുള്ള ഒരു പ്രതീക്ഷ കുറവ് ഒരിക്കലും സിനിമയിൽ, ഏത് സിനിമയിലും, ഏത് ഹോളിവുഡായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും പരാജയം പ്രേക്ഷകർക്കാണ് സംഭവിക്കാറുള്ളത്. അവർ കാത്തിരുന്ന് സമയവും ടൈമും കളഞ്ഞാണ് ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. ആ സിനിമയുടെ ആവേശം കെട്ടുപോകരുത് എന്ന് മാത്രമേ പ്രേക്ഷകരായ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സിനിമ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ് നമ്മൾ. അത് എന്റർടൈൻമെന്റ് ചെയ്യുന്നവരാണ്. എന്റർടൈൻമെന്റ് ആകണം സിനിമ എന്നതാണ് ഒരു പ്രത്യേകത. ഈ ട്രെയിലറിൽ എനിക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ കണ്ടു, അതിൽ കുറെ കാര്യങ്ങൾ, തലമുറകളുടെ കഥകൾ പറയുന്ന ഒരു രീതിയും ഒരു കഥ പറച്ചിലൂടെയാണ് പോകുന്നു എന്നതിൻ്റെ ഒരു അപ്ഡേഷൻ. എന്തായിട്ടും കൊരട്ടല ശിവ പേര് വളരെ, സംവിധായകന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടാണ്, സോറി, ഒന്നും വിചാരിക്കരുത്. പെട്ടെന്ന് കിട്ടാത്തൊരു എന്താണ് ആ പേരിന്റെ അത്രക്കും കൊരട്ടല ശിവ എന്ന പേര്, അത് അങ്ങനെ ആയിരിക്കാം. ആ തെലുങ്ക് അങ്ങനെ നിക് നെയിം ആയിരിക്കാം. സത്യത്തിൽ എന്താണ് റിയൽ നെയിം എന്ന് നമുക്കറിയണം. ഒരുപാട് പ്രതീക്ഷയോടെ വരുന്നൊരു പടമാണ് ദേവര. അപ്പോൾ നമ്മളും ഇൻട്രസ്റ്റഡാണ്. പടം കാണണമെന്നൊരു പ്രതീക്ഷ വന്നിരിക്കുന്നു. പടം എങ്ങനെയെങ്കിലും ഏത് രീതിയിലും കണ്ട് നല്ല അഭിപ്രായം പറയണമെന്ന് ഞങ്ങൾക്കുമുണ്ട്. പ്രതീക്ഷ വറ്റാതെ RR എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. അവിടെ നമ്മൾ ആ ഒരു സിനിമയ്ക്ക് വേറൊരു തരത്തിലായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം. അതൊരു ഹിറ്റടിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിനേക്കാളും വൻ ഹിറ്റായാൽ ജൂനിയർ NTRന്റെ മറ്റൊരു തരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സിനിമയായി മാറും ഇത്.
ഒരു മാസ് ആക്ഷൻ സിനിമ എന്നും ജൂനിയർ NTRന്റെ പല സിനിമയിലും നമ്മൾ കാണാറുണ്ട്. ജനതാ ഗാരേജ് കഴിഞ്ഞ ശേഷം പിന്നെ ഒറ്റയ്ക്ക് വരുന്ന ഒരു സിനിമയാണ് തോന്നുന്നു ദേവര. പല സിനിമകൾ വന്നിട്ടുണ്ട്, പല സിനിമകളും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഫ്ലോപ്പ് ആവാൻ സാധ്യത പ്രതീക്ഷ കുറവാണ്. കാരണം ഈ സിനിമ അങ്ങനെ തരത്തിലല്ല വലിച്ചിരിക്കുന്നത്. ഒരു കഥ പറയാനുള്ള, ഒരു സ്റ്റോറി പറയാനുള്ളതാണെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇരട്ടവേഷത്തിലായിട്ട് വരുന്നതായതുകൊണ്ട് എന്താണ് ആ കഥക്ക് നമ്മളോട് പറയാനുള്ളത്, അത് എന്ത് സ്റ്റോറിയാണ്, എന്ത് വെറൈറ്റി സ്റ്റോറിയാണ് കൊരട്ടല ശിവ എന്ന് പറയുന്ന സംവിധായകൻ നമ്മളിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്, എല്ലാം പ്രതീക്ഷയാണ്. എല്ലാം പ്രേക്ഷകരുടെ കണ്ണിലൂടെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും നമ്മുടെ അഭിപ്രായവും എന്തു തന്നെയായാലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം, മോശമാണെങ്കിൽ മോശം തന്നെയാണ് പറയുക. അല്ലാണ്ട് കൂടുതൽ വെളുപ്പിക്കലും വെള്ളപൂശലും ഒന്നും വേണ്ട. സിനിമ എന്നത് പ്രേക്ഷകരെ കാണിക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്നതുമാണ്. ആ ഒരു സവിശേഷതയാണ് സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കുള്ളത്. അപ്പം നമ്മൾ എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ആസ്വാദനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ കാണുക, ഇതിനെക്കുറിച്ച് ട്രെയിലർ അപ്ഡേഷൻ കാണുക, അതിൻ്റെ കമൻസ് നമ്മൾക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ അവരുടെയും അഭിപ്രായം അറിഞ്ഞ് നിങ്ങൾ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് നമ്മുടെ ഈ ചാനലിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ഉറപ്പായും വേണം. ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കെഞ്ചി പറയുന്നത്. എല്ലാവരുടെയും ഒരു ആവശ്യമാണ് ഒരു യൂട്യൂബർ ആകുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് യൂട്യൂബർ എന്നത് ഒരു പ്രൊഫഷൻ തന്നെയാണ്. അത് മാത്രമായി കാണുന്നവരാണ്. പല സാഹചര്യങ്ങൾ, പല പ്രത്യേകതകളിൽ ഇടുന്നവരാണ് നമ്മളപ്പോൾ. സിനിമ എന്നത് പാഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളത് കണ്ടന്റ് നമുക്ക് ഒരു ക്രേസ് ആകുന്നതും. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഫാഷനും പരമായ കാര്യമായ കൊണ്ട് നമ്മൾ ഇതിനെപ്പോലത്തെ അപ്ഡേഷനും ഇടും. നമ്മൾ ഒരിക്കലും ഇട്ടടിച്ച് പോകാൻ പോകുന്നില്ല. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വ്യൂവേഴ്സ് എല്ലാവരും നമ്മൾ പോവുകയാണ്. മറ്റൊരു വിശേഷവുമായി വരുന്നത് വരെ ബൈ ഫോർ